2025 സംഭവ ബഹുലമായ ഒരു വർഷമായിരുന്നു. ആ വർഷം കടന്നുപോയി 2026 കാലെടുത്ത് വച്ചിരിക്കുന്നു. 2025 സംഭവബഹുലമായ വർഷം എന്ന് പറയാനുണ്ടായ കാര്യം, അത് എല്ലാ മേഖലകളിലും സംഘർഷ ഫലിതമായിരുന്നു. വിദ്യാഭ്യാസ മേഖലയിലായാലും ആരോഗ്യ മേഖലയിലായാലും സാമ്പത്തിക മേഖലയിലായാലും ഭരണ പ്രതിപക്ഷ ബെഞ്ചുകളിലായാലും അതുപോലെ തന്നെ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിനുശേഷം നടന്ന ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മേയർ, ഡെപ്യൂട്ടി മേയർ, അതുപോലുള്ള പദവികളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അതിലെല്ലാം കാര്യവാരലുകളും കളം മാറി ചവിട്ടലുകളും എല്ലാം കേരളം കണ്ടതാണ്. അപ്പൊ ഇതെല്ലാം കൊണ്ടാണ് 2025 വളരെ സംഘർഷഭരിതമായ വർഷമായിരുന്നു എന്ന് പറയാനുണ്ടായ സാഹചര്യം. ശബരിമല അത് ഓരോ ദിവസം കഴിയുന്തോറും അതിന്റെ വ്യാപ്തി കൂടി വരുന്നതല്ലാണ്ട് അവിടുത്തെ സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി കുറഞ്ഞു വരുന്നതായി കാണുന്നില്ല. ഓരോ ദിവസം കഴിയുന്തോറും അടുത്ത ഏത് നേതാവിനെയാണ് SIT ചോദ്യം ചെയ്യുന്നത്? ED വന്നു കഴിഞ്ഞു, അടുത്ത CBI വരാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട അറസ്റ്റുകളും ഇനി ആരെല്ലാമാണ് SIക്ക് മുന്നിൽ എത്താനുള്ളത് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ജനം അമ്പരപ്പോടെയാണ് നോക്കിക്കാണുന്നത്. ഇപ്പോൾ 10 പ്രമുഖർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിൽ ഇനി 2 പ്രമുഖർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി അതിന്റെ പശ്ചാത്തലത്തിൽ താൽക്കാലികമായി പിടിച്ചു നിൽക്കുകയാണ്. ഒരാളാവട്ടെ ഗുരുതരമായ അസുഖം ബാധിച്ച് കിടപ്പായതിനാൽ അയാളെയും അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ നിവർത്തിയില്ലാത്തൊരു സാഹചര്യം, ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു. അതാണ് ശബരിമലയുടെ കാര്യത്തിൽ വിശ്വാസങ്ങളെ പോലും വിറ്റ് കാശാക്കുന്ന ഒരു പ്രവണത. അത് കേരളത്തെ തുടങ്ങിയിട്ട് എത്രയോ പതിറ്റാണ്ടുകളായി പലതും പല കാര്യങ്ങളാലും മൂടിവെക്കപ്പെട്ടു എന്ന് മാത്രം. ഇപ്പോൾ സകല മറകളും നീക്കിക്കൊണ്ട് അത് പുറത്തു വരാനുണ്ടായ സാഹചര്യം സൃഷ്ടിച്ചത് കോടതിയാണ്. അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് വളരെ ശക്തമായ സമരങ്ങളൊന്നും നടക്കുന്നതായിട്ട് ഇന്ന് കേരളത്തിൽ അറിവില്ല. ആകെ ഉള്ളതെന്ന് പറയുന്നത് കേന്ദ്രത്തിനെതിരെയുള്ള PM ശ്രീ സമരമാണ് വിദ്യാഭ്യാസ രംഗത്തുള്ളത്. അതും ആരംഭത്തിലെ തന്നെ ചീറിപ്പോയി എന്ന് പറയുന്നത് ആവും ശരി. കാര്യം അതും ഉദ്ദേശിക്കുന്ന ലെവലിൽ അതും വളർത്തിയെടുക്കാൻ ആ സമരത്തിന് കഴിഞ്ഞില്ല. കഴിയാത്തതിന് പ്രധാനപ്പെട്ട കാരണം അതുമൂലം ലഭിക്കുന്ന ഫണ്ട്, ആ വൻതുക ഒരു വശത്ത്, മറുവശത്ത് സമരം ചെയ്യുന്ന അല്ലെങ്കിൽ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിനെതിരെ സമരം ചെയ്യുമ്പോൾ ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരുടെ മക്കളെല്ലാം പഠിക്കുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്.
അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് ആരോഗ്യ മേഖല. ആ ആരോഗ്യ മേഖലയിൽ ദിവസവും ദിനംപ്രതി പരാതികൾ, സംഘർഷങ്ങൾ, അനാസ്ഥകൾ, ജാഗ്രതാക്കുറവുകളെല്ലാം ആദ്യം ആ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെയെല്ലാം അസ്വസ്ഥതയാണ്. മരുന്നുകളുടെ വിലയാവട്ടെ തോന്നുംപടിയാണ് വാങ്ങുന്നത്. അതിനൊന്നും ഒരു നിയന്ത്രണമില്ല. സർക്കാർ ആശുപത്രികളിലെ ഉത്തരവാദിത്തമില്ലായ്മ, ആ ഉത്തരവാദിത്തമില്ലായ്മയിൽ നിന്നാണ് ആരോഗ്യ മേഖലയിലെ മാനേജ്മെന്റുകളുടെ വളർച്ച. സ്റ്റാർ ഹോട്ടലുകളെ പോലെ പ്രൈവറ്റ് ആശുപത്രികൾ കെട്ടിയുയർത്തുന്ന പ്രവണത കേരളത്തിലുണ്ട്. അവിടുത്തെ ചികിത്സാ സൗകര്യങ്ങൾ, അവിടെ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കുന്നത് കൊണ്ട് മാത്രമല്ല അവിടേക്ക് രോഗികൾ ഒഴുകിയെത്തുന്നത്. അവിടുത്തെ സുഖ സൗകര്യങ്ങൾ, സ്റ്റാർ ഫെസിലിറ്റീസ് ഉള്ള സൗകര്യങ്ങളാണ് അവിടെ ലഭിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെയാണ് സാമ്പത്തിക മേഖല. കേരളത്തിലെ സാമ്പത്തിക മേഖല ദിനംപ്രതി നിയന്ത്രിക്കാനാവാത്ത വിധത്തിൽ അത് നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കുന്ന ഒരു പ്രവണത, തെറ്റായ മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കുന്നതിനുള്ള ഒരു മാനദണ്ഡമായി അറിഞ്ഞോ അറിയാതെയോ ചില കേന്ദ്രങ്ങൾ സാമ്പത്തിക മേഖലയെ കാണുന്നു എന്നുള്ളതാണ് ഒരു ദുഃഖകരമായ വസ്തുത. സാക്ഷരത കേരളം, ആരോഗ്യം, സാക്ഷരത, ഇതെല്ലാം ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം, ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. ആരോഗ്യ മേഖല പോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയും അതിപ്രധാനപ്പെട്ടവയാണ്. പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന, അവരുടെ തലച്ചോറിൽ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്ന, നല്ല കാര്യങ്ങൾ മാത്രം അവരുടെ തലച്ചോറിലേക്ക് കടത്തിവിടുന്ന ഒരു പ്രവണത അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും ഇല്ലെന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഇവിടെ സാക്ഷരത 100% സാക്ഷരത എന്ന് നമ്മൾ പറയുമ്പോഴും പട്ടിക വർഗക്കാരുടെ ഇടയിൽ എഴുത്തും വായനയും അറിയാമെന്നുള്ളവർ 30% ആൾക്കാർക്ക് ഇന്നും എഴുത്തും വായനയും അറിഞ്ഞുകൂടാ. പട്ടികജാതിക്കാരുടെ കണക്കെടുക്കുകയാണെങ്കിൽ അവിടെയും 25% പേർക്ക് എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്തവരാണ്. പിന്നെ എങ്ങനെ 100% സാക്ഷരത കൈവരിച്ചു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നൽകേണ്ടത് അതുമായി ബന്ധപ്പെട്ടവരാണ്. അതുപോലെ തന്നെ ദരിദ്രമുക്ത കേരളം, ഇത് പല കാര്യങ്ങളിലും എന്ന പോലെ അതും കേൾക്കാൻ ഇമ്പമുള്ള ഒരു വാക്കാണ്. ദാരിദ്ര്യം ഇല്ലാതാകുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. കേരള സംസ്ഥാനം രൂപീകൃതമായി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും കേരളത്തിൽ ദാരിദ്ര്യമുണ്ട്. 3 നേരവും വയറു നിറയെ ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ലാത്തവർ ഇന്നും കേരളത്തിൽ ഉണ്ട് എന്ന് സമ്മതിച്ചത് തന്നെ വലിയൊരു കാര്യമാണ്. ഇതിലെല്ലാം എന്നാണ് ഒരു മാറ്റം ഉണ്ടാവുക? അതുകൊണ്ട് എല്ലാ മേഖലകളിലും കഴിഞ്ഞ 2025 വിമർശനാത്മകമായി വിലയിരുത്തുകയും എല്ലാ മേഖലകളിലും ഒരു പുനർവിചിന്തനത്തിനുള്ള അവസരമാണ് 2026 എന്ന വസ്തുതാപരമായ ബോധ്യത്തോടെ
2026 കാണണമെന്നും കഴിഞ്ഞ കാലങ്ങൾ 2025 എവിടെയെല്ലാം ന്യൂനതകൾ ഉണ്ടായോ, എവിടെയെല്ലാം ജാഗ്രതാക്കുറവുണ്ടായോ, എവിടെയെല്ലാം അസമത്വങ്ങളുടെ രൂക്ഷത വളർന്നുപോയോ, അതെല്ലാം വിലയിരുത്തുന്നതിനും അത് വിമർശനപരമായി വിലയിരുത്തുന്നതിനും എല്ലാ അക്കാര്യങ്ങളൊക്കെ തന്നെ ഒരു പുനർവിചിന്തനം 2026 തുടക്കം മുതലേ ആവണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു.